ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം കർത്താവേ, എന്നെ സൃഷ്ടിച്ച ദൈവമേ, എന്നെ പരിപാലിക്കുന്ന ദൈവമേ, എന്നെ വഴി നടത്തുന്ന ദൈവമേ, എൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ആകുലതകളും അസ്വസ്ഥതകളും എൻ്റെ നൊമ്പരങ്ങളും രോഗപീഠകളും എല്ലാം സമർപ്പിക്കുന്നു. എൻ്റെ ഭയമെല്ലാം സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ കരം എൻ്റെ നേരെ നീട്ടണമേ. കണ്ണുകളടച്ച് കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഈ വരികളൊന്ന് കേട്ടോ. എന്നിട്ടത് പ്രാർത്ഥനയാകട്ടെ, അത് അഭിഷേകമാകട്ടെ. കൂടെയില്ലേ പ്രിയമുള്ളവരെ, ഈശോയാണ് നിങ്ങളെ വിളിച്ചത്. ഈശോയാണ് നിങ്ങളെ ചേർത്ത് പിടിച്ച് നയിക്കണത്. അങ്ങേറ്റത്തെ തീക്ഷ്ണതയോടെ ഈശോയിലുള്ള വിശ്വാസം ഏറ്റെടുത്ത് മാമോദിസ സ്വീകരിച്ച് ഈശോയുടെ സാക്ഷിയായിട്ട് ജീവിക്കുകയല്ലേ നിങ്ങൾ. ആ ഈശോ നിങ്ങളോട് പറഞ്ഞു തരുകയാ. ഒരുപക്ഷെ മറ്റുള്ളവർ നിങ്ങളെ അകറ്റി നിർത്തുന്നുണ്ടാകാം. ഒരുപക്ഷെ വേണ്ടത്ര ഒരു പ്രാധാന്യവും കിട്ടാണ്ട് പോയിട്ടുണ്ടാകാം. ഒരുപക്ഷെ സങ്കടങ്ങൾ ഒരുപാടുള്ളപ്പോൾ പ്രിയപ്പെട്ടവർ പോലും അകറ്റി നിർത്തിയിട്ടുണ്ട്. ഈശോയെ സ്വീകരിച്ചെന്നൊരൊറ്റ കാരണം കൊണ്ട് സ്വന്തത്തെപ്പെട്ടവരൊക്കെ ചിലപ്പോൾ നമ്മളിൽ നിന്ന് അകന്നിട്ടുണ്ട്. സാമ്പത്തികമായിട്ടൊന്നും ചിലപ്പോൾ വലിയ ഉയർച്ചയൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടാകില്ല. കഷ്ടപ്പാടും ദുരിതമൊക്കെ ഉണ്ട്. ചിലരെങ്കിലും നമ്മളോട് ചോദിക്കുന്നുണ്ട്, അവൾ ഈശോയുടെ പുറകെ പോയിട്ട് അവൻ എന്ത് കിട്ടി, അവൾക്ക് എന്ത് കിട്ടി, അവൾ വിശ്വാസം സ്വീകരിച്ചില്ലേ, എന്നിട്ട് എന്തുണ്ടായി എന്നൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുന്നുണ്ടാകാം. അപ്പോൾ ഈശോ പറയുക, മകനെ മകളെ, നിന്നെ സൃഷ്ടിച്ചത് ഞാനല്ലേ, നിന്നെ രക്ഷിച്ചത് ഞാനല്ലേ, നിന്നെ പരിപാലിക്കണത് ഞാനല്ലേ, ഞാൻ നിന്റെ ദൈവമല്ലേ. പിന്നെ നീ എന്തിനാ ഭയപ്പെടണത്, നീ എന്തിനാ ആകുലപ്പെടണത്? എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ നിനക്ക് വിശ്വാസം തന്നത്, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ നിന്നെ മാമോദിസമാക്കി എൻ്റെ മകനും മകളും ആക്കി മാറ്റിയത്. അത്രയേറെ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ, മറ്റുള്ളവർ നിന്നെ അകറ്റി നിർത്തിക്കോട്ടെ, ഒരുപക്ഷെ നീ മറ്റാർക്കും വേണ്ടാത്തവളായി പൊക്കോട്ടെ, എങ്കിലും ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമല്ലേ. ഭയപ്പെടേണ്ട മകനേ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. ദൈവം ചോദിക്കണത്, കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഈശോയെ സ്വീകരിച്ചാലും നമുക്ക് നന്മ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ, തകർച്ചയൊന്നുമില്ല. നന്ദി പറഞ്ഞുകൊണ്ട് കേട്ടോ. ഭയപ്പെടേണ്ട മകനേ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കണ്ണു തുറന്ന് ഈശോയിലേക്ക് നോക്കി രണ്ട് കരങ്ങളും നീട്ടി ചേർന്ന് യേശുവേ, ഈശോയേ വിളിച്ചു പ്രാർത്ഥിച്ചോ. ഈശോയേ ഈശോയേ, വിശ്വാസം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞിനെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള തടസ്സങ്ങളെല്ലാം ഈശോ നീക്കി തരുക. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. തൊണ്ടയിൽ മുഴയുള്ള ഒരു സഹോദരി ഈശോ സുഖപ്പെടുത്തലുണ്ട് ഈ ആരാധനയുടെ സമയത്ത്. നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചോ. വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരില് ജ്യേഷ്ഠന്റെ കുടുംബമായിട്ട് അസ്വസ്ഥതയുള്ള ഒരു വ്യക്തിയുടെ കുടുംബത്തെ ഈശോ അനുഗ്രഹിക്കുക. സ്നേഹിച്ചോട്ടോ, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നവരെയൊക്കെ, അവരെയൊക്കെ സ്നേഹിച്ചോ. കർത്താവ് കൃപ തരുക. ഈ സമൂഹത്തിന്റെ മേല് അങ്ങ് വർഷിക്കുന്ന കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ചോ. വരികൾ കേട്ടു പ്രാർത്ഥിക്കാം. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം. ചേർന്ന് കേട്ട് പ്രാർത്ഥിച്ചേ. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം,
ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ. യൂറിൻ പാസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അസ്വസ്ഥപ്പെട്ട് കിടക്കുന്ന ഒരു സഹോദരനെ ഈശോ സ്പർശിക്കുന്നുണ്ട്. കർത്താവേ, ഈ കൂട്ടായ്മയുടെ മേൽ അങ്ങ് നൽകുന്ന കൃപകളെ ഓർത്ത് നന്ദി പറയും. ഈശോയെ അറിയാനായിട്ട് എന്നെ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറ. ഈശോയുടെ മകനും മകളുമായിട്ട് ജീവിക്കാൻ ഈശോ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറ. ഈശോയുടെ സാക്ഷിയായിട്ട് ജീവിക്കാൻ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറ. മറ്റുള്ളവരോട് വചനം പറയാനുള്ള കൃപ തരുന്നതിനെ ഓർത്ത് നന്ദി പറ. മറ്റുള്ളവരെ ഈശോയിലേക്ക് അടുപ്പിക്കാനുള്ള കൃപ തരുന്നതിനെ ഓർത്ത് നന്ദി പറ. സ്വീകരിച്ച വിശ്വാസത്തിൽ നിലനിന്ന് പോകാൻ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുക. ആരാധന ആരാധന ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം. പ്രിയപ്പെട്ടവര്, വിഗ്രഹാരാധനയുടെ പിന്നാലെ പോകുന്നതിനെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനോട് ഈശോ പറയാ, നീ പ്രാർത്ഥിച്ചു തന്നെ നിന്റെ പ്രിയപ്പെട്ടവരെ ഈശോയുടെ മകനും മകളുമാക്കി രൂപാന്തരപ്പെടുത്തിയെടുക്ക്. നിന്നെ കുടുംബത്തിന്റെ സാക്ഷിയായിട്ട് കർത്താവ് ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാ. പ്രാർത്ഥിച്ചോ. ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം. കർത്താവേ, ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം. ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കുറച്ച് വർഷങ്ങളായിട്ട് യൂട്രസിന് കംപ്ലൈന്റുമായിട്ട് നടക്കുന്ന ഒരു സഹോദരി ഈശോ സുഖപ്പെടുത്തുന്നു. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കൈകൾ ഈശോയുടെ നേരെ നീട്ടി കണ്ണു തുറന്ന് ചേർന്ന് വിളിച്ചേ, യേശുവേ, ഈശോയേ, ഈശോയേ. വിശ്വാസം സ്വീകരിച്ച മകൻ ഈശോയിൽ നിന്ന് അകന്നു പോണേ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമ്മയെ ഈശോ ആശ്വസിപ്പിക്കണു. ഈശോയേ, പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു തിരികെ പിടിക്കുക. ഈശോയേ, 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 ഈശോയേ. ഭയപ്പെടേണ്ട മകനെ മകളെ, ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്റെ കൂടെയില്ലേ. നാട്ടില് വീടുകളില് കർത്താവിന്റെ ശുശ്രൂഷയായിട്ട് പോകുമ്പോൾ ചുറ്റുപാടുമുള്ള ചിലർ അസ്വസ്ഥപ്പെടുത്തുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരന് കർത്താവ് കൂടുതൽ കൃപയും ശക്തിയും തന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ശുശ്രൂഷ തുടരാനായിട്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു.